ഹരി ഓം. വിഷ്ണു സഹസ്രനാമ സ്തോത്രം ശ്ലോകം 93. അമാനീ മാനദോ മാന്യോ ലോകസ്വാമി ത്രിലോകദൃക് സുമേധാ മേധജോ ധന്യ സത്യമേധാധരാധര. ഹരി ഓം. ഹരി ഓം. 747 നാമം അമാനി. താൻ പരമാത്മാവാണ് എന്ന ആ ഒരു ചിന്തയുള്ളതിനാൽ ഒരു പ്രത്യേകമായ ഒരു വ്യക്തിബോധം ഇല്ലാത്തവൻ. ആ വ്യക്തിബോധം ഉണ്ടാകുമ്പോഴാണ് മാനാപമാന ദ്വന്ദ്ങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതില്ലാത്തവൻ എന്ന അർത്ഥത്തിൽ അമാനി. 748 നാമം മാനദഃ. താൻ സൃഷ്ടിക്കുന്ന ആ ജീവജാലങ്ങൾക്ക്, പ്രത്യേകിച്ച് മനുഷ്യർക്ക്, ആ മായയിൽ പെടുമ്പോൾ ആദ്യം ഉണ്ടാകുന്നത് അഹങ്കാരമാണ്. ഞാൻ വേറെയൊരു വ്യക്തിയാണെന്ന ആ ഒരു ചിന്ത, ആ മാനത്തെ, ആ മാനചിന്തയെ ദഹ എന്നാൽ ദാനം ചെയ്യുന്നു, കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ ഒരു വ്യക്തിചിന്ത ഉണ്ടാകാൻ കാരണം മായയാണ്. അതില്ലാതിരിക്കണമെങ്കിൽ മായാധീശനായിരിക്കുന്ന ഭഗവാനെ ശരണം പ്രാപിക്കണം, ശരണാഗതി അടയണം. അപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ വ്യക്തിബോധം അങ്ങോട്ട് വേരോടെ പറിച്ചു മാറ്റപ്പെടുന്നത്. അതാണ് നമുക്ക് മാനത്തെ തരുന്നത് ഭഗവാനാണ്. മാനദഃ. 749 നാമം മാന്യഃ. സർവേശ്വരനായ എല്ലാവരാലും മാനിക്കപ്പെടുന്നവൻ മാന്യഃ. 750 നാമം ലോകസ്വാമി. 14 ലോകങ്ങൾക്കും സ്വാമിയായിട്ടുള്ളവൻ, ആശ്രയഭൂതൻ, എല്ലാ അർത്ഥത്തിലും സ്വാമിയായിരിക്കുന്നവൻ. 751 നാമം ത്രിലോകദൃക്. 3 ലോകങ്ങളെയും തന്നിൽ തന്നെ ധരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ത്രിലോകദൃക്. 752 നാമം സുമേധാഹ. സുശോഭനമായ മേധാശക്തി, ധാരണാബുദ്ധിയുള്ളവൻ, എല്ലാറ്റിനെ കുറിച്ചും കൃത്യമായ ധാരണയുള്ളവൻ എന്നർത്ഥത്തിൽ സുമേധാഹ. 753 നാമം മേധജഃ. ഇവിടെ മേധം എന്നതുകൊണ്ട് അശ്വമേധാദി യാഗങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അശ്വമേധാദി നടത്തുന്നതിൻ്റെ ഉദ്ദേശം, അതിൻ്റെ അവസാനം ഭഗവാൻ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെടുമെന്നാണ്. അങ്ങനെ ആ അശ്വമേധാദി യാഗത്തിൽ ജനിക്കുന്നവൻ അഥവാ പ്രത്യക്ഷപ്പെടുന്നവൻ എന്ന അർത്ഥത്തിൽ മേധജഃ. 754 നാമം ധന്യഃ. സർവദാ കൃതാർത്ഥനായവൻ, ഒന്നും ഇവിടെ സാധിക്കാനില്ല, ധന്യഃ എന്നർത്ഥം. 755 നാമം സത്യമേധാഹ. സത്യമായ മേധ ഉള്ളവൻ, അതായത് ബുദ്ധി കൊണ്ടാണ് ഒരു കാര്യത്തെ നിശ്ചയിക്കുന്നത്. ഭഗവാൻ ഒന്ന് നിശ്ചയിച്ചാൽ അത് സത്യമായി തീരുമെന്നതിനാൽ സത്യമേധാഹ. 756 നാമം ധരാധര. ധര ഭൂമി. ഭൂമിയെ ധരിക്കുന്ന ആ ആദിശേഷൻ മുതലായവയൊക്കെ തന്നെ ഭഗവാന്റെ തന്നെ അംശാവതാരങ്ങളാണ്. അങ്ങനെ താൻ തന്നെയായിരിക്കുന്ന അംശാവതാരങ്ങളെ കൊണ്ട് ഭൂമിയെ ധരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ധരാധര. ഹരിയോ.